ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലേ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥകളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ തണ്ടേഴ്സ് ബോയ്സ് എല്ലാവരും ആ CEO പറഞ്ഞിട്ട് പോയ ഇന്റർവ്യൂവിന് വേണ്ടി റെഡി ആയി നിൽക്കുവാണ്. 5 വർഷത്തിന് ശേഷം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വളരെ ടെൻഷൻ ഉണ്ട്. ഇപ്പോ ഇന്റർവ്യൂവിന് വേണ്ടി ആദ്യമായിട്ട് വിളിക്കുന്നത് നമ്മുടെ ഹോറങ്ങിനെ ആയിരിക്കും. പക്ഷെ ഇന്റർവ്യൂ തുടങ്ങിയതും പെട്ടെന്ന് നമ്മുടെ ഹോറങ് സിഇയോട് പറയും ഈ ഇന്റർവ്യൂ ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന്. ഇത് കേട്ട് നമ്മുടെ ബോയ്സ് എല്ലാവരും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്, ഷോക്ക് ആകുന്നുണ്ട്. എല്ലാവരോടും അവൻ സോറി പറഞ്ഞ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞതും എന്താ കാരണമെന്ന് CEO ചോദിക്കുമ്പോ ഇത് വീക്കെൻഡ് അല്ലേ, കസ്റ്റമർ ഒരുപാട് വരും, സോ ഈ ടൈമിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിയാൽ സെയിൽസ് കുറയുമെന്ന് അവൻ കാരണം പറയുവാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ മറ്റു ബോയ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. തേഹോ അവനോട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ നഷ്ടപ്പെടുത്തിയ സ്വപ്നവും ടിവിയിൽ പിന്നെയും വരാമെന്നുള്ള ആഗ്രഹവും ഹോറങ് കാരണം നഷ്ടമായതിൽ എല്ലാവരും അപ്സെറ്റ് ആകുന്നുണ്ട്. തേഹോയ്ക്കാണ് കൂടുതൽ ദേഷ്യം വരുന്നത്. അവൻ വായിൽ വരുന്നതെല്ലാം അവനെ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ രാവിലെ ഹോറങ് എഴുന്നേറ്റ് നോക്കുമ്പോ അടുത്ത് തേഹോയെ കാണുന്നില്ല. അപ്പോഴാണ് അവൻ അന്ന് രാത്രി വീട്ടിലേക്ക് വന്നില്ലെന്ന് അവന് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ഹോറങ് സ്റ്റോറിയിലേക്ക് വന്നതും ഹീറോയിനോട് ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് ബൂസാനിലേക്ക് പോകുവാണ്, നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് നമ്മുടെ തേഹോ അവിടേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ അന്ന് അവനെ ഒരു കോൺട്രാക്ടർ വിളിച്ച് ബൂസാനിലേക്ക് ജോലിക്ക് വേണ്ടി വിളിച്ചിരുന്നല്ലോ. ആ ജോലിക്ക് വേണ്ടിയാണ് ഹോറങ് പോകുന്നതെന്നാണ് തേഹോ വിചാരിക്കുന്നത്. അപ്പോ ഹോറങ് ഹീറോയിനോട് വീട്ടിലെ ഡോറൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്തേക്കണം, അന്നത്തെ പോലെ ഫിഷ് ഫ്രൈ ഒന്നും ചെയ്ത് കരിച്ചു കളയരുതെന്ന് പറഞ്ഞ് അവളോട് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ തേഹോയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഓ നീ പോയി കഴിഞ്ഞാലും അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പിറുപിറുക്കുന്നുണ്ട്. ഇപ്പോ ഹോറങ് പോയി കഴിഞ്ഞതും തേഹോ അന്ന് യെറിമിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നല്ലോ, അതവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് കസ്റ്റമർ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അവൻ തിരികെ എടുത്തു വെക്കും. ഇപ്പോ ആ മുത്തശ്ശിയാണ് വന്നിരിക്കുന്നത്. പതിവിലും കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ പോകുമ്പോ തേഹോയോട് സ്റ്റിക്കർ പോയിന്റ്സ് ഒട്ടിക്കാൻ മറക്കല്ലേ മക്കളെ എന്ന് പറയുമ്പോ തേഹോയും സന്തോഷത്തോടെ മുത്തശ്ശിക്ക് 10 സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കും. ഹോറങ് നേരെ വന്നിരിക്കുന്നത് ബൂസാൻ മാർക്കറ്റിലേക്കായിരുന്നു. അവൻ സീവീഡ് വാങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തേഹോ തെറ്റിദ്ധരിച്ചതും. അതേസമയം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ മുത്തശ്ശി തേഹോയെ കോള് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് വേഗം വരണമെന്ന് പറയും. അവൻ എന്താ എന്ന് ചെന്ന് നോക്കിയാല് അവര് വാങ്ങി വന്ന സാധനങ്ങൾ തിരികെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറയുവാണ്. ഇത് കേട്ടതും തേഹോ എന്താ പറ്റിയതും മുത്തശ്ശി എന്ന് കാര്യം തിരക്കുമ്പോ ഈ ഫ്രൈഡേ മുത്തശ്ശിയുടെ 80ാം പിറന്നാളാണ്. അവരുടെ 2 ആൺമക്കളും ഒരു മോളും അന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ വിളിച്ചു പറയുന്നു അവർക്ക് തിരക്കാണ്, വരാൻ കഴിയില്ലെന്ന്. പിന്നെ എന്നാത്തിനാ ഞാൻ ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നേ, എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞതും മുത്തശ്ശിയുടെ വിഷമം കണ്ടതും തേഹോയ്ക്ക് ഒരു മാതിരാകുന്നുണ്ട്. ശരി മുത്തശ്ശി, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഫ്രൈഡേ അന്ന് ബർത്ത്ഡേയുടെ അന്ന് മുത്തശ്ശി മാർട്ടിലേക്ക് വാ, നമുക്ക് ബർത്ത്ഡേ അവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞത് കേട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാർട്ടിയും പാട്ടും ഡാൻസ് എല്ലാം വേണമെന്ന് പറയുന്നത് കേട്ട് അവനും അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഇപ്പോ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളുമായിട്ട് തിരികെ മാർട്ടിലേക്ക് വരുമ്പോ ബൂസാനിൽ നിന്ന് ബോക്സ് നിറയെ സീവീഡുമായിട്ട് വന്നിരിക്കുന്ന ഹോറങ്ങിനെ അവൻ കാണുന്നുണ്ട്. ജിങ്സ് മാർട്ടിലെ അടുത്ത സെയിൽസിലെ മെയിൻ ഐറ്റം ഇതാണെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി വാങ്ങിക്കൊണ്ട് വന്നതായിരുന്നു ഹോറങ്. തേഹോ അവന്റെ അടുത്തേക്ക് വന്നിട്ട് നീ തനിയെ പോകാതെ അടുത്ത പ്രാവശ്യമെങ്കിലും സ്വീറ്റ് പൊട്ടറ്റോസ് എടുക്കാൻ പോകുമ്പോഴെങ്കിലും കൂടെ വിളിക്കണമെന്ന് ഹോറങ്ങിനോട് പറഞ്ഞത് കേട്ട് അവൻ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റുള്ള ബോയ്സിന്റെ എൻട്രി. ഇവന്മാരും സീവീഡിന്റെ കാര്യം മുൻകൂട്ടി അറിഞ്ഞ് 5-6 കെട്ടുമായിട്ട് ഒന്നിച്ച് അവിടേക്ക് വരുന്നുണ്ട്. തമ്മിൽ കണ്ടതും ഇവരാകെ ഷോക്ക് ആകുന്നുണ്ട്. ഹോറങ്ങിനാണെങ്കിലോ തല ചുറ്റുന്നത് പോലെയുണ്ട്. ഇനി ഇത്രയും സീവീഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവര് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ തേഹോ പെട്ടെന്ന് നമുക്കിതൊക്കെ 1 ടൈം സെയിൽ നടത്തി ഇതെല്ലാം കുക്ക് ചെയ്തും ഫിഷ് ഗ്രില്ല് ചെയ്തും സെയിൽ ചെയ്താൽ എന്താന്ന് ഐഡിയ പറയുവാണ്. ആ സമയത്താണ് എന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായെന്ന് ചോദിച്ച് നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നത്. മുത്തശ്ശി വന്ന് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതും എന്നാ ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്റെ കുറച്ച് ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്യാമെന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് എല്ലാവരും അതിന് ഓക്കെ പറയുന്നുണ്ട്. കട്ട് ചെയ്താൽ ഇവിടെ മാർട്ടില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യെറിമിന് ഒരു കോള് വരുന്നുണ്ട്. അവള് റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ഒരാള് വിളിച്ചിരിക്കുവാണ്. ആ സമയത്ത് മാർട്ടിനുള്ളിലേക്ക് കയറി വരുന്ന ഹോറങ് അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ജിന പിന്നെ യങ്മിനെ തേടി മാർട്ടിലേക്ക് വരുന്നത്. പ്രതീക്ഷിക്കാതെ
അവളെ കണ്ടതും ഏറിമാകി ഷോക്ക് ആകുന്നുണ്ട്. അവളുടെ ഫേവററ്റ് ഐഡലിനെ ഇങ്ങനെ അടുത്ത് കണ്ട് അവൾ ഇങ്ങനെ ഷോക്കായി തരിച്ചു നിൽക്കുമ്പോ ജീന ഏറിമിന്റെ അടുത്തേക്ക് വന്നിട്ട് എവിടെ നിങ്ങളുടെ ആ ഹാൻസം ബോസ് എവിടെ എന്ന് ചോദിക്കും. ഇവിടെയുള്ള എല്ലാ ബോസുമാരും ഹാൻസം അല്ലേ, അതിലേത് ബോസാ? ഇനി ഹോറങ്ങിനെ ആയിരിക്കും അവള് ചോദിക്കുന്നതെന്ന് കരുതി നമ്മുടെ ഹീറോയിൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഹീറോയിന് ജിന അന്ന് യങ്മിനെ കാണാൻ വേണ്ടിയാണ് അവള് വന്നതെന്നും ഇപ്പോ അവനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതെന്നും അറിയില്ല. അപ്പോഴേക്കും യങ്മിൻ അവിടേക്ക് വരുന്നുണ്ട്. ജിനയെ കണ്ടതും അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഇവൾ ഓടി വന്ന് അവനെ പിടിച്ചു നിർത്തി. യങ്മിൻ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? നീ ഇത് എത്ര നാൾ തുടരാമെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നോക്ക്, നീ എന്നെ എത്ര അവോയ്ഡ് ചെയ്താലും, നീ എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല. നിന്നെ തേടി ഞാൻ ഇവിടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുമെന്ന് ഇമോഷണൽ ആയിട്ട് പറഞ്ഞതും യങ്മിന് പാവം അവന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവൻ തിരിഞ്ഞു നിന്നിട്ട് ഇനി നീ എന്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ നിന്നെ തേടി വന്നോളാം എന്ന് പറഞ്ഞ് യങ്മിൻ അവളെ പെട്ടെന്ന് ഹഗ് ചെയ്യുവാണ്. ഇത് കണ്ട് എല്ലാവർക്കും വളരെ ഹാപ്പി ആകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനേക്ക് വളരെ ഇമോഷണൽ ആയിട്ട് അത് നോക്കി നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ജിനയും യങ്മിനും ഇവിടെ ഒന്നിച്ചിരിക്കുവാണ്. നെക്സ്റ്റ് കട്ട് ചെയ്താല് ഫ്രൈഡേ ആണ് കാണിക്കുന്നത്. ഇന്നാണ് അവര് സീ വീട് ഫുഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും മുത്തശ്ശിയുടെ ബർത്ത്ഡേയും. നമ്മുടെ ഏറിമ മുത്തശ്ശിയുടെ ബർത്ത്ഡേ കേക്ക് എടുത്തുകൊണ്ട് വരുമ്പോ തേഹോ വന്ന് അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പൊ ആ കേക്കിൽ നിന്ന് കുറച്ച് ക്രീം അവന്റെ കയ്യിലായതും ഇവൻ ചെറിയ കുട്ടികളെ പോലെ അതെടുത്ത് അവളുടെ മൂക്കിലേക്ക് തേക്കും. പക്ഷെ ഇവളാണെങ്കിൽ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കാതെ അവളുടെ മൂക്കിൽ നിന്ന് അത് തുടച്ചു കളഞ്ഞും അവന്റെ കയ്യിൽ നിന്ന് ആ ക്രീമും തുടച്ചു കളയുവാണ്. ഇത് കണ്ടതും നമ്മുടെ തേഹോയ്ക്ക് ഒരുമാതിരി ആകുന്നുണ്ട്. അവൻ അവൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് പിന്നെയും അവൻ പുറത്തെടുക്കാൻ നോക്കുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹോറങ് അവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടതും പെട്ടെന്ന് തേഹു അത് അവന്റെ പോക്കറ്റിനുള്ളിലേക്ക് തന്നെ തിരികെ വെക്കും. വന്ന തേഹു അവളുടെ മുഖത്തേക്ക് നോക്കി നിന്റെ മുഖത്തെന്തോ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് തുടച്ചു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് കണ്ട് തേഹോയുടെ ഫേസ് റിയാക്ഷൻ ആകെ മാറുന്നുണ്ട്. അവളപ്പോ ഹോറങ്ങിനോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് കണ്ട് എന്നോട് അവള് ഇങ്ങനെ ഒന്നല്ലെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. കട്ട് ചെയ്താല് എല്ലാവരും മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്ക് അവരെല്ലാവരും ബർത്ത്ഡേ വിഷ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി ഇറങ്ങിയതും എനിക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാട് മക്കളെ എന്ന് മുത്തശ്ശി പറയുവാണ്. അപ്പോ പെട്ടെന്ന് ലീജിൻ ഉടനെ നമ്മുടെ സൊങ്കു പാടുമെന്ന് പറഞ്ഞതും പക്ഷെ 5 വർഷത്തിന് ശേഷം പാടുന്നത് കൊണ്ട് അവന് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട്. അതും പറഞ്ഞ് അവൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുമ്പോ ഇവരെല്ലാവരും അവനെ പിടിച്ച് ചീരപ്പൊക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി ആക്കും. ആ സമയത്ത് ഒരു ക്യാപ്പ് വെച്ച ആള് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. എല്ലാവരും പാർട്ടിയിലെ എൻജോയ് ചെയ്യുന്ന സമയം നോക്കി ആരും തന്നെ ഇപ്പൊ മാർട്ടിൽ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അയാൾ പതിയെ മാർട്ടിനുള്ളിലേക്ക് വരുവാണ്. വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് പല സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് തുടങ്ങുവാണ്. ഇവിടെ നമ്മുടെ സൊങ്കു ആണെങ്കിൽ അതിനുള്ളില് പാട്ട് പാടാൻ തുടങ്ങിയിരുന്നു. വളരെ മനോഹരമായിട്ട് പാടിയതും മുത്തശ്ശിയും എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ മ്യൂസിക് പ്രൊഡ്യൂസർ ലേഡി ഉണ്ടല്ലോ അവരവിടേക്ക് വരുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും അവൻ എത്ര നന്നായിട്ടാ പാടുന്നത്, അവന്റെ ശബ്ദം എത്ര ഭംഗിയായിട്ടാ ഉള്ളത്. അവനോട് ഞാൻ പ്രിലിമിനറി ഓഡീഷന് പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവൻ ഇതുവരെ അതിന്റെ ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഹോറങ് അറിയുന്നത് തന്നെ. അതേസമയം സ്റ്റോറിനുള്ളിൽ വന്നയാള് നേരെ ഫോൺ എടുത്ത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി വന്ന് തേഹോയോട് പാർട്ടിക്ക് വേണ്ടിയും മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഇത്ര ആഘോഷമായി നടത്തിയതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് അവൻ കൊടുത്ത സ്റ്റിക്കേഴ്സ് എല്ലാം തേഹോയ്ക്ക് തന്നെ തിരികെ കൊടുക്കും. അതേസമയം തനിയെ സ്റ്റോർ റൂമിലേക്ക് വന്ന് ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയും നോക്കി നിൽക്കുന്ന സൊങ്കുയുടെ അടുത്തേക്ക് ഹോറങ് വന്ന് ആ പ്രൊഡ്യൂസർ ലേഡി പറഞ്ഞിട്ട് പോയ ഓഡിഷനെ പറ്റി ചോദിക്കുന്നുണ്ട്. സൊങ്കു ആണെങ്കിൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് നീ ഞങ്ങളെ കുറിച്ചും മാർട്ടിനെ കുറിച്ചും ആലോചിക്കേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നീ ചെയ്യണം, നീ ചെന്ന് ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞതും സൊങ്കുവിന് ഇത് കേട്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവരുടെ മാർട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടെടുക്കുവാണ്. പക്ഷെ ഇന്നലെ ഞാൻ എല്ലാ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം റിട്ടേൺ ചെയ്തതാണല്ലോ എന്ന് തേഹോ എത്ര പറയുന്നുണ്ടെങ്കിലും അപ്പൊ ഞങ്ങളിപ്പോ കണ്ടെത്തിയതൊന്ന് അവർ ചോദിക്കും. ഇത് കേട്ട് ഇവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. എന്നാലും അവരോട് സോറി പറഞ്ഞ് ഇനി ആവർത്തിക്കില്ല, ഈ ഒരു പ്രാവശ്യം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാലുകളൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തതാണല്ലോ എന്ന് ലീജൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് ഇത് വേറെ ആരുടെയൊക്കെയോ പണിയാണെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ബിസിനസ് സസ്പെൻഡ് ചെയ്തത് കൊണ്ട് അവർക്ക് ഇനി മാർട്ട് ഓപ്പൺ ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കില്ല. അതിനെക്കുറിച്ച് ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ കറക്റ്റ് ആയിട്ട് പവർ കട്ടാകുന്നുണ്ട്. സോമു പതിയെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അന്ന് തേഹോ വരച്ച വാണ്ടഡ് പോസ്റ്റർ ഇപ്പോ കീറി നിലത്ത് കിടക്കുന്നുണ്ട്. അതിന് പകരം അതേ സ്ഥാനത്തായിട്ട് മാർട്ട് വേഗം തിരിച്ചു തരണം എന്ന പോസ്റ്ററും ആരോ ഒട്ടിച്ചു വെച്ചിട്ട് പോയിരിക്കുവാണ്. ആ സമയത്താണ് മാർട്ടിന്റെ കരാർ പേപ്പർ അവർ ഒന്നുകൂടി എടുത്ത് നോക്കുന്നത്. അതില് നിങ്ങൾ മാർട്ട് നടത്തുമ്പോ എന്തെങ്കിലും പിഴവ് വന്നാലോ എന്തെങ്കിലും പ്രശ്നത്തില് മാർട്ട് നിർത്തിവെക്കേണ്ടി വന്നാലോ അത് യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ കൈമാറണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടതും ഹോറങ്ങിന് മനസ്സിലായി ഇതിന് പിന്നിൽ ആരാണെന്ന്. അവനുടനെ തന്നെ
സിഇഒ മിനിനെ കാണാനായിട്ട് വന്നിരിക്കുവാണ്. ഹോറങ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ മാർട്ടിൽ നിന്ന് എക്സ്പീരി ആയ സാധനങ്ങളൊക്കെ കണ്ടെടുത്തല്ലെന്ന് ഇയാൾ ഇവനോട് തന്നെ ചോദിക്കുവാണ്. ഇപ്പൊ ഇവന് മനസ്സിലായി ഇയാള് തന്നെയാണ് ഇതിന് പിന്നിലെന്ന്. 5 വർഷം കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഭാവി നിങ്ങളായിട്ട് തന്നെയാണ് നശിപ്പിച്ചതും. പക്ഷേ 5 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുവാണ്. സോ ഞങ്ങൾ ഇനി അത്ര പെട്ടെന്ന് പുറകിലേക്കില്ല. മാർട്ട് എന്ത് വന്നാലും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഞങ്ങളുടെ ഹെയിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹോറങ് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. കട്ട് ചെയ്താല് പിറ്റേ ദിവസം ഹോറങ്ങും തേഹോയും കൂടി പറഞ്ഞതനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാല് 10 മില്യൺ പോണ്ട് പിഴയായിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞത് കേട്ട് ഇവരാകെ ഷോക്ക് ആകുന്നുണ്ട്. അതേസമയം മാർട്ടിലിരിക്കുന്ന മറ്റു ബോയ്സിന് പൊട്ടന്മാർക്ക് ഇപ്പോഴാണ് കടയിൽ CCTV ഉണ്ടെന്ന കാര്യം ഓർമ്മ വരുന്നത്. ഉടനെ പോയി CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരാള് മാർട്ടിനുള്ളിലേക്ക് ആ സമയത്ത് കയറി വരുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് അത് കട്ടായും പോകും. ആ സമയത്താണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തേഹോയും നമ്മുടെ ഹോറങ്ങും അവിടേക്ക് വരുന്നത്. പക്ഷെ ഇവര് കയറി വന്നതും പിന്നെയും പെട്ടെന്ന് കറന്റ് ഓഫ് ആകും. എല്ലാവരും പുറത്തേക്ക് വരുമ്പോ ഇവരെ പുറത്ത് കുറച്ച് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അതിലൊരാള് മുൻപോട്ട് വന്നിട്ട് ഞാനാണ് ഈ മാർട്ടിന്റെ യഥാർത്ഥ മുതലാളി എന്ന് പറയും. ജിൻബുക്ക് എന്നാണ് ഇയാളുടെ പേര്. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ഈ മാർട്ട് എനിക്ക് തിരികെ തന്നേ മതിയാകും എന്ന് പറഞ്ഞ് CCTV ഫൂട്ടേജ് എടുക്കാനായിട്ട് അയാൾ അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ തണ്ടേ സ്പോ ഗ്രൂപ്പിന്റെ ഫോട്ടോ കണ്ടതും ഇയാൾ ഒരു മാതിരി ആകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മാറിയേ മതിയാകൂ. എനിക്ക് ഈ മാർട്ട് പൊളിച്ച് ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. സോ ഇവർക്ക് മാർട്ടിന് സസ്പെൻഡ് കിട്ടിയത് കൊണ്ട് സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അതിന്റെ വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. ജിൻബുക്ക് CEO മിന്നിനെ വിളിച്ച് നമ്മുടെ ബോയ്സിനെതിരെയും ബോറം മാർട്ടിനെതിരെയും നിറയെ കാര്യങ്ങളൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷേ CEO മിന്നിന് അത് ഹോറങ്ങിനെ വിളിച്ച് അറിയിക്കണമെന്നുണ്ട്. എന്നാലും അയാൾ അത് ചെയ്യുന്നില്ല. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഇവരുടെ മാർട്ട് പൂട്ടിയെന്ന് അറിഞ്ഞ് ഓടി വന്നിരിക്കുകയാണ് ജിങ്സൺ മാർട്ടിന്റെ ഓണർ. വേറെ ഒന്നിനും തന്നെ എല്ലാം കളിയാക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ആ സമയത്താണ് സ്വീറ്റ് പൊട്ടറ്റോ എടുക്കാനായിട്ട് മിസ്റ്റർ പാർക്ക് ഹോറങ്ങിനെ വിളിച്ചു വരുത്തുന്നത്. അവനും അവരെ പോയി കണ്ട് ഞങ്ങളുടെ മാർട്ട് ഇപ്പോ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് മിസ്റ്റർ പാർക്കിന് വളരെ സാഡ് ആകുന്നുണ്ട്. ഇതേ സെയിം അനുഭവം ഉണ്ടായ വിഷയം മിസ്റ്റർ പാർക്ക് അവനോട് പറയുവാണ്. അന്ന് CCTV ഫൂട്ടേജ് കൊണ്ടാണ് പോലീസ് അവരെ കണ്ടുപിടിച്ചതെന്നും പാർക്ക് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഹോറങ് നേരെ മാർട്ടിനുള്ളിലേക്ക് വന്ന് CCTV സെറ്റപ്പ് ARMന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തേഹോയോട് സഹായം ചോദിക്കുന്നുണ്ട്. ഇവിടെ കറന്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനായിരിക്കും. ആ സമയത്താണ് പൂട്ടിക്കിടക്കുന്ന ഒരു റൂം ഇവരുടെ കണ്ണിൽ പെടുന്നത്. അതിന്റെ മുമ്പില് അലമാരയും സാധനങ്ങളൊക്കെ ഇരുന്നത് കൊണ്ട് ഇത്ര നാൾ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിപ്പോ കണ്ടതും ഇതിനുള്ളിൽ എന്തായിരിക്കുമെന്ന് അവർക്ക് ക്യൂരിയസ് ആകുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ എല്ലാവരും ARMന്റെ വീട്ടിലെത്തിയിരിക്കുവാണ്. കൊണ്ടുവന്ന CCTV സെറ്റപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കടയിലേക്ക് വന്ന ആ ക്യാപ്പ് വെച്ച അയാള് വേറെ ആരുമല്ല, ഈ മാർട്ടിന്റെ മുന്നത്തെ ഓണറായ ആ ജിൻബുക്ക് തന്നെയാണെന്ന് ഇവർ കണ്ടുപിടിക്കുന്നത്. അടുത്ത ദിവസം മാർട്ടിലേക്ക് ഇവരോട് തല്ലുപിടിക്കാൻ വരുന്ന ജിൻബുക്കിനോട് നിങ്ങളെ കുറച്ച് ദിവസത്തിന് മുന്നേ ഫ്യൂണറലിന് പോയിരുന്നല്ലേ, ആ ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ ഈ മാർട്ടിലേക്ക് രാത്രി വന്നല്ലേ എന്ന് ഹോറങ്ങ് ചോദിച്ചതും ഇത് കേട്ടതും അയാൾ ആകെ പരുങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുവാണ്. അതേസമയം നമ്മുടെ തേഹോ റെസ്റ്റോറന്റ് നടത്തുന്ന ആ ലേഡീസിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ അറിഞ്ഞ് സന്തോഷമായി ഓടി വരുന്നുണ്ട്. എന്തിനാടാ നീ ഇത്ര സന്തോഷത്തിൽ ഓടി വരുന്നതെന്ന് ചോദിക്കുമ്പോ സസ്പെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ ക്ലർക്കിന് ഒരു നോട്ടീസ് കൊടുത്താൽ മതി, ചിലപ്പോ അവര് സസ്പെൻഷൻ ഒഴിവാക്കി തരുമെന്ന് തേഹോ പറയുന്നത് കേട്ട് പിന്നെയും ബിസിനസ് തുടരാൻ കഴിയും, പിന്നെയും അവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും വളരെ സന്തോഷിക്കുന്നുണ്ട്. ആ സമയത്താണ് മിസ്റ്റർ പാർക്ക് വീണു എന്ന് അറിഞ്ഞ് ഹോറങ്ങിന് കോള് വരുന്നത്. ഇത് കേട്ട് അടുത്ത സെക്കൻഡിലെ ഹോറങ് ഓടി വന്ന് മിസ്റ്റർ പാർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ആ മ്യൂസിക് പ്രൊഡ്യൂസർ ലേഡി ഉണ്ടല്ലോ അവര് ഇവരുടെ മാർട്ടിലേക്ക് വരുന്നത്. ഞാൻ സോറി പറയാനാണ് വന്നതെന്ന് പറയുമ്പോ ഇവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ ഇന്റർവ്യൂ എടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അവരുടെ ഓഫീസർ ഹെയിൻ മരിച്ചതിനെ കുറിച്ചും എങ്ങനെയാണ് ഇവരുടെ ബാൻഡ് ഡിസ്ബാൻഡ് ആയതെന്നും പിന്നീട് എങ്ങനെയാണ് ഇത്ര ഭാഗ്യമില്ലാത്ത ഗ്രൂപ്പായി നിങ്ങൾ മാറിയതെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരോട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. അതിന് സോറി ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞതുമാണ് ഇപ്പൊ നമ്മുടെ ബോയ്സിന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അന്ന് ഹോറങ് ഇത് മനസ്സിലാക്കിയാണ് ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതെന്നും ഇവർക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. ഇവര് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഹോറങ്ങിന് ഒരു അപകടം പറ്റിയെന്ന് മിസ്റ്റർ പാർക്കിന്റെ അടുത്ത് നിന്ന് ഇവർക്ക് കോള് വരുന്നത്. ഇത് കേട്ടതും എല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. ഹോറങ്ങിനെ കാണാനായിട്ട് അവന്റെ അടുത്തേക്ക് എല്ലാവരും ഓടിപ്പോകുമ്പോ
സോഹു മാത്രം മഞ്ഞ് കണ്ട് പേടിച്ചു നിൽക്കുവാണ്. കാരണം അന്ന് ഹെയ്ന് ആക്സിഡന്റ് ആയതും മരിച്ച ദിവസമാണ് അവന് ഓർമ്മ വരുന്നത്. പക്ഷേ പോയേ തീരൂ, ഹോറങ് ചേട്ടനെ രക്ഷിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവൻ മഞ്ഞിലേക്ക് കാലെടുത്ത് വെച്ചതും പെട്ടെന്ന് തളർന്നവൻ താഴേക്ക് വീഴുവാണ്. അതേസമയം തന്നെ താഴെ വീണ് ബോധം നഷ്ടമായി കിടക്കുന്ന ഹോറങ്ങിനെയാണ് കാണിക്കുന്നത്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിയുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബോസ് ഡോൾ മാർട്ടിന്റെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.